അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഒരു കുഞ്ഞു വീഡിയോയും കൂടെയാണ്. നമ്മൾ സവാള കൊണ്ട് പെട്ടെന്ന് നമുക്ക് ഒരു സ്നാക്സ് തയ്യാറാക്കി എടുക്കാം. ഇതെങ്ങനെയാന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. വളരെ ഒരുപാട് ചെലവും ഇല്ല ഇതിനകത്ത്. കാര്യം എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ആ ഈ സവാള വെച്ച് മാത്രം ഞാൻ ഇപ്പൊ 2 സവാള എടുത്തിട്ടുണ്ട്. സവാള കൊണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് കൂട്ടുകാരെ. അപ്പൊ വീഡിയോ കാണുന്നതിന് മുമ്പ് ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് എല്ലാ കൂട്ടുകാർക്കും. അപ്പൊ നേരെ നമുക്ക് വീട്ടിലോട്ട് അങ്ങ് പോയി. അപ്പൊ നമ്മൾ ആദ്യം ഒരു സവാള വലിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്യേണ്ടതെന്ന് പറയാം, നമുക്കിത് ഇതിന്റെ മോറൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്കിങ്ങനെ റൗണ്ട് പോലെ ഇങ്ങനെ കട്ടി കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ റൗണ്ട് മാതിരി എല്ലാം ഒന്ന് ഇളക്കി എടുക്കണം. അതായത് ഇണക്ക്. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളും കൂടെ വെച്ച് കൊടുക്കാം. ഇനി അതിനകത്ത് ഞാൻ ചെയ്തെന്ന് പറയുന്നത് ഒരു 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിന്റെ പകുതി ഇട്ട് കൊടുക്കാം. ഈ മൈദയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് നമുക്ക് കടലമാവോ പിന്നെ ഇല്ലെങ്കിൽ കോൺഫ്ലവറോ എടുക്കാം. ഞാനിപ്പോൾ മൈദ മാവാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കും. ഇപ്പം മാവ് ഞാൻ ഈ ഒരു പരുവത്തിലാണ്, ഈ ഒരു കൺസിസ്റ്റൻസിലാണ് ഞാൻ മാവ് എടുത്തിരിക്കുന്നത്. നമുക്ക് പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്തൊരു പിഞ്ച് ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി അടുത്തിരിക്കുന്നത് പറഞ്ഞാൽ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ 2 കവർ ലൈസ് എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നമുക്കൊന്ന് പൊടിക്കാം. അടുത്ത നമ്മളൊരു ചട്ടി എടുത്തിട്ടുണ്ട്. ഒരു അപ്പച്ചട്ടിയാണ് എടുത്തേക്കുന്നത്. പഴയ ഒരു അപ്പച്ചട്ടിയാണ്. ഇതൊന്ന് ചൂടാക്കാം. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വന്നു. നമുക്കിതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതുകൊണ്ടാണ് ഈ ഒരു ചട്ടി ഞാൻ എടുത്തത്, കുറച്ച് എണ്ണയ്ക്കകത്ത് മാത്രം ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മളെ സവാള ഇതിനകത്തൊന്ന് മുക്കുക. എല്ലായിടത്തും സ്പ്രെഡ് ആവുന്ന കണക്ക് ആക്കുക. എന്നിട്ട് നേരെ നമ്മളെ ലൈസിനകത്ത് വന്നിട്ട് അതിനകത്തൊന്ന് മുക്കി നമുക്ക് ചൂടായ എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുക്കുക. ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് അവിടെ മുരിഞ്ഞ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ ആ 2 ചെറിയ സവാളയും കൊണ്ട് ഒരു പ്ലേറ്റ് നിറയെ സാധനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ. ഇതിനകത്ത് ഞാനിപ്പം മുരിച്ചു എടുത്തിട്ടുണ്ട്, അല്ലാതെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ കഴിച്ചു പോകാം. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ട് സൂപ്പർ സാധനം. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ കൂട്ടുകാരെ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. അപ്പൊ ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കൂട്ടുകാരെ.